പ്രയാസങ്ങളും പീഡനങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ച സ്വഹാബത്തിനോടെല്ലാം ക്ഷമിക്കാൻ പറയുന്നതിൻ്റെ കൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് പകരം നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ ജീവിത പ്രതിസന്ധികൾക്ക് മുൻപിൽ സമാധാനിക്കാനും ആശ്വസിക്കാനുമുള്ള വക അങ്ങനെ ഒരു സ്വർഗം നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്ന പ്രതീക്ഷ മാത്രമാണ്. ക്യാൻസറിൻ്റെ 4th സ്റ്റേജിൽ വലിയ ശാരീരിക പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ നിങ്ങൾ സന്ദർശിക്കുമ്പോൾ അയാൾ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് നിങ്ങളോട് ആവലാതി പറയുമ്പോൾ സഹോദരങ്ങളെ, നമുക്ക് കൊടുക്കാനുള്ള മറുപടി എന്താണ്? ആ വേദന സഹിക്കുന്നതിന് പകരം അല്ലാഹു സ്വർഗം തരുമെന്നതു മാത്രമാണ്. തൻ്റെ മകളുടെ കല്യാണം കഴിയാതെ വാർദ്ധക്യവും രോഗവുമായി കഴിയുന്ന ഒരു പിതാവിനെ സന്ദർശിക്കുമ്പോൾ അയാൾ പറയുന്ന മകളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന ആവലാതിയോട് നമുക്ക് അയാളെ സമാധാനിപ്പിക്കാനുള്ള മറുപടി ഇവിടെയല്ലെങ്കിൽ നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഒരു ഇണ നിങ്ങളുടെ കുട്ടിക്ക് ലഭിക്കുമെന്നാണ്. കാരണം സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്, ആഗ്രഹിച്ചതെല്ലാം സ്വർഗത്തിൽ ലഭിക്കുമെന്നാണ്. മാത്രവുമല്ല, മരണത്തിൻ്റെ വേളയിൽ നല്ല മനുഷ്യരോട് മലക്കുകൾ സമാധാനം നൽകുന്ന വർത്തമാനത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ സൂറത്ത് ഫുസ്സിലത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞത് അതേ കാര്യമാണ്. മലക്കുകൾ അവരോട് പറയും, വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് കൊതിക്കുന്നതും ആഗ്രഹിക്കുന്നതും എല്ലാം ആ സ്വർഗത്തിൽ ലഭിക്കും. ആഗ്രഹിച്ചത് ലഭിക്കുന്ന, ചോദിച്ചതിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിച്ച് അല്ലാഹു തരുന്ന ഒരു സ്വർഗമുണ്ട് എന്നതാണ് ജീവിതത്തിൽ ഏത് സൽക്കർമ്മങ്ങൾ ചെയ്യാനുമുള്ള പ്രചോദനം. ഏത് പ്രതിസന്ധികളിലും നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും ആ വേദനയെ ഉൾക്കൊള്ളാനും ആ പ്രയാസങ്ങളെ മറികടക്കാനുമുള്ള നമ്മുടെ മുന്നിലുള്ള ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ മാർഗമെന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്വർഗം എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നതാണ്. ആ സ്വർഗം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.